ഹായ് ഹലോ ഫ്രണ്ട്സ്, ജെമിനിർബുവിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ ഭാഗത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ ആദിയും കൊണ്ട് സ്കൂൾ വിട്ട്, ആദിയുടെ സ്കൂൾ കഴിഞ്ഞ് ആദിയും കൊണ്ട് വരുമ്പോൾ പെട്ടെന്നാണ് കേട്ടോ അവർക്കൊരു തലകറക്കം ഉണ്ടാവുന്നത്. തലകറക്കം ഉണ്ടായി ഉടനെ തന്നെ അവർ ആ വഴിയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് കണ്ടുകൊണ്ട് പരിചയമുള്ള സ്ത്രീകളൊക്കെ വന്നിട്ട് അവരെ എണീപ്പിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. തലകറങ്ങി വീടുന്നാണെന്ന് ശ്രുതിയുടെ അമ്മ പറയുന്ന സമയത്ത് പരിചയമുള്ള സ്ത്രീകളാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എത്രയും വേഗം മോളെ അറിയിക്കണം, മോളെ വിളിച്ച് ഹോസ്പിറ്റലിൽ ആവണം എന്നൊക്കെ. ശ്രുതിയാണെങ്കിൽ ഇവിടെ ബാത്റൂമിലായിരിക്കും. ശ്രുതിയുടെ ഫോണിന്റെ റിങ് കേട്ട് ചന്ദ്രമതി വേഗം ഫോൺ എടുക്കുവാണ്. അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുന്ന ചന്ദ്രമതിയോട് കല്യാണി എന്ന് വിളിച്ച് അവർ പറഞ്ഞു. ശ്രുതിയുടെ അമ്മ പറയുമ്പോ കല്യാണിയോ, ഏത് കല്യാണി, ഇത് റോങ് നമ്പർ ആണെന്ന് കരുതുവാണ് ചന്ദ്രമതി. അങ്ങനെ റോങ് നമ്പർ എന്നും പറഞ്ഞ് ചന്ദ്രമതി കോള് കട്ട് ചെയ്യുന്നു. അപ്പൊ അതിനുശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ശ്രുതി പുറത്തേക്ക് വരുമ്പോഴാണ് ചന്ദ്രമതി ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. നിന്നെ ആരോ വിളിച്ചിരുന്നു ശ്രുതി എന്ന് കേൾക്കുന്നു. ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. എന്നാലും ചന്ദ്രമതിയുടെ മുന്നിൽ ടെൻഷൻ ഒന്നും കാണിക്കാതെ ശരിയായിരിക്കും, അത് വല്ല റോങ് നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ തപ്പുവാണ് ശ്രുതി. പിന്നീട് ചന്ദ്രമതി കാണാതെ ശ്രുതിയുടെ അമ്മയെ വിളിച്ച് വഴക്കൊക്കെ പറയാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇപ്പൊ വിളിക്കാൻ പോയത്? കൂടെയുള്ള ഈ വിളി നിർത്തണം, ഞാൻ അത്യാവശ്യ സമയത്ത് നിങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ചീത്ത പറയാണ്. അപ്പൊ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ പറയും, മോളെ ശ്രുതി, ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു, റോങ് നമ്പർ ആണെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ കോള് കട്ട് ചെയ്തു. കാരണം നീ എല്ലായിടത്തും എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ നിന്നെ അപ്പൊ വിളിച്ചത് വേറൊരു കാര്യം പറയാനായിരുന്നു. അതായത് എനിക്കൊരു തലകറക്കം ഉണ്ടായി, തലകറങ്ങി ഞാൻ റോഡിൽ വീണായിരുന്നു. എന്റെ ശരീരത്തിനൊക്കെ ആണെങ്കിലും വല്ലാത്ത വേദനയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം പിന്നെ ഒറ്റയ്ക്കാവും, ആദ്യം അനാഥനായി പോകുമോ എന്നൊക്കെ എനിക്ക് ഭയമുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് അവര് മനസ്സ് തുറക്കുമ്പോ എന്താ അമ്മ ഇത്? അമ്മ ഇപ്പൊ അതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട, എന്തായാലും നാളെ തന്നെ ഞാൻ അമ്മയെ കാണാൻ വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അമ്മയെ സമാധാനിപ്പിച്ച് കോള് കട്ട് ചെയ്യുന്നു. പിറ്റേ ദിവസം ശ്രുതി അമ്മയെ കാണാൻ വേണ്ടി പോകുവാണ്. പക്ഷെ ചന്ദ്രമതിയോട് പറയുന്നത് പാർലറിലേക്ക് പോകാനാണെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ശ്രുതി വീട്ടിലെത്തി സ്വന്തം അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അച്ഛയുടെ അച്ഛൻ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ തന്റെ ഒരു ഫ്രണ്ടിന് വയ്യാത്തത് കൊണ്ട് അയാളെയും കൂട്ടി അവിടെയുള്ള ഒരു ഡോക്ടറെ, ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ശ്രുതിക്കാണെങ്കിൽ ഇത് അറിയുകയില്ല, രവീന്ദ്രൻ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രുതി അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രവീന്ദ്രൻ ശ്രുതിയെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കാണുകയാണ്. രവീന്ദ്രൻ ആദ്യം ശ്രുതിയെ കാണുമ്പോൾ ഇത് ശ്രുതി തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയിരിക്കുന്ന ശ്രുതി ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ രവീന്ദ്രൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ശ്രുതിയുടെ മുന്നിലേക്ക് പോകുന്നില്ല. ശ്രുതി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറിഞ്ഞൊന്ന് വീക്ഷിക്കാമെന്ന് തന്നെ രവീന്ദ്രൻ തീരുമാനിക്കുകയാണ് അവിടെ വെച്ച്. അങ്ങനെ രവീന്ദ്രൻ ശ്രുതിയെ നിരീക്ഷിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ആന്റി എന്ന് വിളിച്ചുകൊണ്ട് ആദ്യം ഓടി വരുന്നത് കാണുന്നത്. ശ്രുതിയുടെ കയ്യിൽ ആദ്യ പിടിക്കുന്നതും അവര് മൂന്നുപേരും കൂടെ സംസാരിക്കുന്നു. അതായത് ശ്രുതിയുടെ അമ്മയും ശ്രുതിയും ആദ്യം കൂടി മൂന്നുപേരും കൂടി ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം രവീന്ദ്രൻ കാണുകയാണ്. അപ്പൊ രവീന്ദ്രന്റെ ഫ്രണ്ട് ആണെങ്കിൽ രവീന്ദ്രൻ ഇങ്ങനെ ഒളിച്ചെന്ന് ആരെയോ നോക്കുന്ന കാണുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മരുമകളാണെന്ന് പറയുകയാണ് രവീന്ദ്രൻ ശ്രുതിയെ കാണിച്ചുകൊണ്ട്. ശ്രുതി എന്താ ഇവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അന്ന് ആ ഫംഗ്ഷൻ ആ പ്രായമായ സ്ത്രീയും അവരുടെ മോനും വന്നിരുന്നു. പക്ഷെ അവരെ കണ്ട ശ്രുതി അന്ന് പറഞ്ഞത് ഇവരെ തനിക്ക് അറിയില്ല എന്നൊക്കെ ആയിരുന്നു. മാത്രമല്ല ശ്രുതി പാർലറിലേക്കാണെന്നും പറഞ്ഞിട്ടാണ് രാവിലെ ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ള അവള് ഇവിടെ ഇങ്ങനെ വന്നു എന്നൊക്കെ രവീന്ദ്രൻ അയാളോട് പറയുന്ന സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, ചിലപ്പോ അവര് ശ്രുതി ആരുമില്ലാത്ത ഒരു സ്ത്രീയെ കണ്ടപ്പോ സഹായിച്ചതായിരിക്കും, അവരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും രവീന്ദ്രൻ അങ്ങോട്ട് കൺവിൻസ്ഡ് ആവുന്നില്ല. ഇത്രയും ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്ന് അവരെ സഹായിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഫ്രണ്ടും കൂടെ വീണ്ടും മറിഞ്ഞ് തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതേ സമയം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ കല്യാണി ഇനി വീട്ടിലേക്ക് വരണം, എനിക്ക് വയ്യാതെ വരികയാണ്, അതുകൊണ്ട് തന്നെ പഴയതുപോലെ ആദ്യം ഇനി ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊക്കെ അവര് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മ, ഇടയ്ക്ക് നിങ്ങളെ കാണാൻ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും, അവരോട് ഞാൻ എന്ത് പറയും, അവർക്ക് ആകെ ഡൗട്ട് ആവില്ലേ? ശ്രുതിയും തന്നെ നിസ്സഹായാവസ്ഥ പറയുമ്പോൾ അപ്പൊ ഇതൊക്കെ മറിഞ്ഞെന്ന് കേട്ടുകൊണ്ടിരുന്ന രവീന്ദ്രനാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. ശ്രുതി എന്നല്ല ഇവളുടെ പേരെന്നും കല്യാണിയാണിതെന്നും ശ്രുതിയുടെ മകൻ തന്നെയാണ് അടുത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ രവീന്ദ്രൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അമ്മയും മോനെയും വിളിച്ച് ശ്രുതി അവരുടെ വീട്ടിലേക്ക് പോകുന്നത് കൂടെ കാണുമ്പോൾ രവീന്ദ്രൻ ആകെ ഇതൊക്കെ കണ്ട ആകെ ഒളിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ പല കള്ളത്തരങ്ങളും മറച്ചു വെച്ചിട്ടാണ് ശ്രുതിയുടെ ഭാര്യയായതെന്നുള്ള കാര്യവും ഇവളുടെ അച്ഛൻ വിദേശത്താണെന്ന് പറഞ്ഞതും വലിയ പണക്കാരിയാണെന്ന് പറഞ്ഞതും എല്ലാം പച്ച കള്ളമായിരിക്കും എന്ന് തന്നെ വിലയിരുത്തുകയാണ് രവീന്ദ്രൻ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ രവീന്ദ്രന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ രഹസ്യങ്ങളെല്ലാം മറച്ചു വെക്കാമെന്ന് തന്നെ രവീന്ദ്രൻ തീരുമാനിക്കുന്നു. സച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം രവീന്ദ്രൻ പറയണമെന്നുണ്ടെങ്കിലും സച്ചി അറിഞ്ഞാൽ പിന്നെ സച്ചിയുടെ മനസ്സിൽ ഒന്നും ഇരിക്കാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയും. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് താൻ തന്നെ കണ്ടുപിടിക്കുമെന്നും രവീന്ദ്രൻ ഫ്രണ്ടുമായിട്ട് ചേർന്ന് തീരുമാനിക്കുകയാണ്. ഏതായാലും ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം അഴിഞ്ഞു വീഴുന്ന സമയമായിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഓരോരുത്തരായി മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.